ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാരി ബർഡ് ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എൻ്റെ എല്ലാ റീഡിങ്ങും ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോൾ റിസനേറ്റ് ആകും. ഓക്കെ, സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം. അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ പോസിറ്റീവായിട്ടിരിക്കുക. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നോ കോണ്ടാക്ട്, സ്മൂത്ത് ഗോയിങ്, സെപ്പറേഷനിലായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 3 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് വാൺസ്, 10 ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റിക്കിൾ, ഹെർമിറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ്, ക്വീൻ ഓഫ് കപ്സ്, ബോട്ടം ഓഫ് ദ ഡെക്ക് 4 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഇതൊരു സെപ്പറേഷൻ, നോ കോണ്ടാക്റ്റ് ഒക്കെ ആവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവർ വളരെ കുറച്ച് പേർ മാത്രമേ ഒരു സ്മൂത്ത് ഗോയിങ് കണക്ഷനിലുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നതും ഇവിടെ പറയാൻ സാധിക്കും. ഈ പേഴ്സണെ സംബന്ധിച്ചും ഈ പേഴ്സണും ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ല എന്നതാണ്. ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തത്രയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എന്ത് തീരുമാനമായിക്കോട്ടെ അത് നിങ്ങൾ രണ്ടുപേരും മാത്രം സംസാരിച്ച് മുന്നോട്ടേക്കൊരു ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുക. മൂന്നാമതൊരാളെയും ഇതിൻ്റെ ഇടയിൽ പിടിച്ചിടാതിരിക്കുക. നല്ലൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഒരിക്കലും ഈ പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിനെ ചീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കുറേയധികം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ ഈ പേഴ്സൺ കാരണം, ഈ റിലേഷൻഷിപ്പ് കാരണം കടന്നു പോയിട്ടുള്ളതായിട്ടും കാണാൻ പറ്റുന്നു. നിങ്ങളുടെ കേസിൽ ഇപ്പോഴും ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി, ഒരുമിച്ചൊരു ഫ്യൂച്ചർ മുന്നോട്ടേക്ക് ഉണ്ടാകണം, വീണ്ടും സംസാരിക്കണം, മിണ്ടണം, നേരിട്ട് കാണണം, ഒരു കണക്ഷൻ വരണം എന്ന് ഈ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ പേഴ്സൺ കറൻ്റ്ലി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതായത് ചുറ്റും മേ ബി ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ എല്ലാവരും ഉണ്ടായിരിക്കാം, എന്നാലും ഒരു ഒറ്റപ്പെടൽ ഭയങ്കരമായിട്ട് ഈ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെടലിൻ്റെ സമയത്തും ഫുൾ മൂണ്ടയുടെ സമയത്തൊക്കെ തന്നെ ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യണം എന്നൊരു ചിന്താഗതി, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഭയങ്കരമായിട്ട് വരുന്നു. ആ ഒരു ടെലിപ്പതി വർക്കാവുന്ന സിറ്റുവേഷൻസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നം അതിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്ത് വരാൻ സാധിക്കുന്നില്ല. വീണ്ടും വീണ്ടും ഇത് റീകണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഒരു സൈക്കിൾ പോലെ കുറച്ച് നാളൊരു നോ കോണ്ടാക്റ്റ്, അതിനുശേഷം വീണ്ടും മിണ്ടുന്നൊരു സിറ്റുവേഷൻ, ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ രണ്ടുപേരും ഫീൽ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ടൊരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണം എന്നതാണ് ആഗ്രഹം. ഒന്നും കൂടി സംസാരിക്കണം, മിണ്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം. നിങ്ങൾ കുറേ കാര്യങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട് ഈ പേഴ്സണെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ട്, ഒരു ക്ലാരിറ്റി തന്നിട്ടില്ല. സോ അതെല്ലാം ഈ പേഴ്സണ് നല്ലപോലെ അറിയാം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നതാണ് ഈ പേഴ്സൻ്റെ മനസ്സിൽ. ഓക്കെ, പക്ഷേ അതെങ്ങനെ അടുത്തൊരു ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ അതിലൊരു ഫ്യൂച്ചർ ഉണ്ടാകുമോ, നിങ്ങൾ എങ്ങനെ എടുക്കും, നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി മൂവ് ഓൺ ചെയ്തോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെ തന്നെ ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, റിലേഷൻഷിപ്പ് ആയോ, മുന്നോട്ടേക്ക് നിങ്ങളിനി ഈ പേഴ്സൺ വന്നാൽ തന്നെ അക്സെപ്റ്റ് ചെയ്യൂ എന്നൊരു തോന്നലൊക്കെ, ഒരു പേടിയൊക്കെ ഈ പേഴ്സൻ്റെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നൊരു സിറ്റുവേഷനും ഇവിടെ കാണാൻ പറ്റുന്നു. ഓക്കെ, അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യേണ്ട
ചെയ്യേണ്ട ഒരു അവസ്ഥ ഇവിടെ ഇല്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അത് നിങ്ങൾക്ക് നല്ലതാണ്. ആ പേഴ്സൺ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ തന്നെയാണ് ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് നല്ലതാണ്. കാര്യം അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് നിങ്ങളെ പറ്റിയിട്ട് കൂടുതൽ ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഉണ്ടാക്കണം, വീണ്ടും ഉണ്ടാക്കണം, നല്ലൊരു ജോലി, കാര്യങ്ങൾ, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ, വീണ്ടും വീണ്ടും മെറ്റീരിയലിസ്റ്റിക് അബണ്ടൻസ് ഉണ്ടാകണം എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ക്യാഷിന് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ട്രാവൽ ഈ പേഴ്സണെ മനസ്സിൽ പ്ലാൻ ഉണ്ട്. മേ ബി ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഭയങ്കര ഒരു ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. സോ നിങ്ങളെ വന്ന് കാണാനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെ മീറ്റ് ചെയ്യണം. ഒരു ട്രാവൽ പ്ലാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും കുറച്ചൊന്ന് മാറി ട്രാവൽ ചെയ്ത് ഫ്രണ്ട്സിനെയോ ഫാമിലി മെമ്പേഴ്സിനെയോ നിങ്ങളെയോ വന്ന് കാണണം എന്നൊരു ചിന്താഗതി ഈ പേഴ്സണുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ട്രാവലിനെ പറ്റിയിട്ടും ക്യാഷിനെ പറ്റിയിട്ടും നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചർ ആൻഡ് നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിനെ ചീറ്റ് ചെയ്യാതെ സ്നേഹിച്ചിട്ടുണ്ട്, ഒരു ഫ്യൂച്ചർ ഒരുമിച്ച് വേണമെന്ന് ആഗ്രഹിച്ച് തന്നെ സ്നേഹിച്ചിട്ടുണ്ട് എന്നും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ അറിയാം. ഓക്കെ, മേ ബി നേരത്തെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ചീറ്റിംഗ് എനർജിയിലായിരിക്കാം ഈ പേഴ്സണെ സംബന്ധിച്ച് അവസാനിച്ചിട്ടുള്ളത്. പക്ഷേ നിങ്ങൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഈ പേഴ്സണെ അത്രത്തോളം സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പേഴ്സൺ എപ്പോഴൊക്കെ ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്, അപ്പോഴെല്ലാം നിങ്ങൾ ഭയങ്കരമായിട്ട് ഈ പേഴ്സണെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന രീതിയിലൊക്കെ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആക്കാൻ നോക്കിയിട്ടുണ്ട്. സോ നിങ്ങളുടെ പല ബിഹേവിയറും ക്യാരക്ടറും ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രത്തോളം നിങ്ങൾ സിൻസിയറായിട്ടാണ് നിന്നിട്ടുള്ളതെന്ന് ഈ പേഴ്സണ് നല്ല പോലെ അറിയാം. ഓക്കെ, ആൻഡ് 4 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പല പ്രാവശ്യം ഇത് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേഴ്സൺ അപ്പോഴെല്ലാം റിജക്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്കിലും കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പേഴ്സണെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, ഒരു ആക്ഷൻ ഇല്ലാതായിപ്പോവും. സോ നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ചൊരു മാറ്റം ഇവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, എല്ലാം അറിയാം, ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രം പോരല്ലോ, നമ്മൾക്ക് അടുത്തൊരു ആക്ഷനിലേക്കോ അത് പ്രകടിപ്പിക്കാൻ പറ്റണം. ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കണം. ഇങ്ങോട്ടേക്ക് മിണ്ടാനും സംസാരിക്കാനും പറഞ്ഞു തീർക്കാനുമുള്ളൊരു അവസ്ഥയിലേക്ക് വരണം അല്ലേ. സോ അതിനാണ് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യേണ്ടതും അഫർമേഷൻസൊക്കെ യൂസ് ചെയ്യേണ്ടതും കാര്യങ്ങൾ. ഓക്കെ, ഒരു പാസ്റ്റ് ലൈഫുമായിട്ടൊരു കണക്ഷൻ ഇവിടെ ചിലരുടെ കേസിൽ കാണിക്കുന്നു. ഈ ഒരു ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്തവരെല്ലാവരുമല്ല, എന്നാലും ചിലരൊക്കെ പാസ്റ്റ് ലൈഫുമായിട്ടും കർമ്മ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ വന്ന സമയത്ത് ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്ത് മാറ്റി നിർത്തിയതൊക്കെ ഇപ്പോൾ ഒരു കുറ്റബോധമായിട്ടാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഈ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ മനസ്സിലൊരു കുറ്റബോധം, ഇനി നിങ്ങൾ വരില്ല, റിക്വസ്റ്റ് ചെയ്തോ കാലെ പിടിച്ചോ വരില്ല എന്നൊരു സിറ്റുവേഷൻ ആ പേഴ്സൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, സോ റിജക്റ്റ് ചെയ്യേണ്ടായിരുന്നു. ആ ഒരു റിഗ്രറ്റ് ഫീൽ ഇപ്പോൾ ആ പേഴ്സണ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 4 ഓഫ് കപ്സ് ആണ്. സ്റ്റെബിലിറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചൊരു മാറ്റം വരും. 2 മാസത്തിൽ ഈ പേഴ്സൺ ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. അടുത്ത 3 വർഷം ഈ പേഴ്സണെ സംബന്ധിച്ച് ക്യാഷ് വൈസ് കാര്യത്തിൽ ജോബ് റിലേറ്റഡ് ആയിട്ട് സ്റ്റേബിൾ ആകുന്നതായിട്ടും ഒരു ഉയർച്ച ഉണ്ടാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആ പേഴ്സൺ എങ്ങനെയാണോ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നത് ക്യാഷ് വൈസ് കാര്യത്തിൽ ജോബ് റിലേറ്റഡ്, അത് ആ പേഴ്സൺ നേടിയെടുക്കാൻ പറ്റും. മേ ബി പ്രൊമോഷൻ, വേറൊരു ജോലി, വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് അവിടെ ഒരു ജോലി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് പ്ലാൻസ് ഐഡിയാസ് ഒക്കെ വരുന്നൊരു സമയമാണ് ഈ ഒരു 3 വർഷം. കൂടിപ്പോയ 3 വർഷത്തിനുള്ളിൽ തന്നെ, ഓക്കെ ചിലർക്കൊരു 1 ഇയർ കാണിക്കുന്നുള്ളൂ, അതിനുള്ളിൽ തന്നെ നല്ലൊരു ഉയർച്ചയിലേക്കും ഒരു സ്റ്റേബിൾ ആകുന്ന രീതിയിലും വരും. ചിലർക്കൊരു 3 ഇയേഴ്സ് വരെയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കേട്ടിട്ട് അങ്ങോട്ടേക്ക് പോയി കോണ്ടാക്ട് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുക. ഇവിടെ നിങ്ങൾക്കൊരു 1% എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. അത്രത്തോളം നിങ്ങളുടെ എനർജി ഈ റിലേഷൻഷിപ്പ് കാരണം ഡ്രെയിനായി പോയിട്ടുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ച് ചുറ്റും എല്ലാവരും ഉണ്ട്, അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊരു കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ആ പേഴ്സൺ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. പാസ്റ്റ് ലൈഫുമായിട്ടും കർമ്മ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു ഹെർമിറ്റ് മോഡിലാണ്. സോ എന്നാലും നിങ്ങളെ സ്പൈ ചെയ്യാനും നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കാനും നിങ്ങളെപ്പോഴും അടുത്തുള്ളതായിട്ട് ആ പേഴ്സണ് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ ഫേസും നിങ്ങളുടെ ഫേസൊക്കെ ഇപ്പോഴും ആ പേഴ്സണ് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ഇപ്പോൾ എത്രയൊക്കെ മാസങ്ങളായി ആഴ്ചകളായി നോ കോണ്ടാക്റ്റ് ആണെങ്കിലും നിങ്ങളുടെ ഫേസൊക്കെ ആ പേഴ്സണ് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. നിങ്ങളുടെ സംസാരം,
ടെലിപ്പതി വർക്കാവുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ എഴുതിയിട്ടോ വിഷ്വലൈസ് ചെയ്തിട്ടൊക്കെ തന്നെ മാനിഫേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതേപോലെ തന്നെ ഫ്രീ റീഡിംഗ് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഡേയ്സ് കൂടുമ്പോൾ ഞാൻ 1 2 അതിൽ കൂടുതലോ ആൾക്കാരെ നമ്മൾക്ക് അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്യാം. സോ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോമൻറ്റ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ സിറ്റുവേഷൻ, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കോമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ അതിൽ നിന്നും ഞാൻ ഒരാളെയോ 2 പേരെയോ അതിൽ കൂടുതൽ ആൾക്കാരെയോ 10 ഡേയ്സ് കൂടുമ്പോൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആരും ഫ്രീ റീഡിംഗ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കരുത്. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തവരുടെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെ ചെയ്യരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിന്ന് ഞാൻ ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് വാട്സപ്പ് നമ്പർ, ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ഉണ്ടായിരിക്കും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ വാട്സപ്പിൽ പറയും. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 8 ഓഫ് പെൻറ്റിക്കിൾ, വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് സോഡ്, ഹാങ്ഡ് മാൻ, ലവേഴ്സ് കാർഡ്, 10 ഓഫ് കപ്സ്, ചാരിയറ്റ്, സൺ കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു സെക്കൻഡ് പൈലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ നിങ്ങൾ ഹീലാകുന്നു എന്നതാണ്. ഈ പേഴ്സൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഭയങ്കര ഒരു അഡിക്ഷൻ പോലെ ഉണ്ടായിരുന്നു. ആ ഒരു അഡിക്ഷൻ മാറി കിട്ടുന്നു. ഡേ ബൈ ഡേ നിങ്ങൾക്കൊരു മാറ്റം വരും, ഫോർ ഷുവർ ആണ്. നിങ്ങൾക്ക് അത്രത്തോളം ഈ പേഴ്സൻ്റെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ്, ഇഷ്ടം, കാര്യങ്ങൾ, ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ പോകുന്ന സമയത്ത്, പല ഇഷ്യൂസ് വരുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ഹീലാകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം മെയ് മാസത്തെ ഫുൾ മൂൺ ഡേ ഒന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതിൽ ഈ പേഴ്സണെ പിടിച്ചു വലിച്ച് അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ എന്നതിനപ്പുറം നിങ്ങൾ ഹീലാകാൻ വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾക്ക് 8 ഓഫ് പെൻറ്റിക്കിളും വീൽ ഓഫ് ഫോർച്യൂണുമാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ഏറ്റവും അധികം ഇപ്പോൾ ക്യാഷ് വേസ് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട സമയമാണ്. ഇത് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു സമയമാണ്. സ്റ്റഡീസ് ആയിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ജോബ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ, അതിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. ഇനിയും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കരിയർ കാര്യത്തിൽ ലേറ്റ് ആക്കാൻ സമയമില്ല എന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റിയിലേക്കും ഒരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന സിറ്റുവേഷനിലേക്കോ, നല്ലൊരു ജോലി, എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ഡിലേ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനി ഈ പേഴ്സണെ പറ്റി ആലോചിച്ച് ടൈം വേസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് മാസങ്ങളോ വർഷങ്ങളോ തടസ്സങ്ങൾ വന്ന് നിൽക്കും. ഓക്കെ, സോ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഹീലാകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലോ സ്റ്റഡീസിലോ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഈ പേഴ്സണും ഇപ്പോൾ ഏറ്റവും അധികം വേറൊരു ജോലി നോക്കാനോ, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ജോലി മാറ്റം, പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ച് കരിയറിലൊരു ഉയർച്ച വരുന്ന സമയമാണ് അടുത്ത 8 മാസം. ഓക്കെ, 8 മാസത്തിൽ തന്നെ ഈ പേഴ്സൻ്റെ കരിയറിൽ ഒരു മാറ്റം വരുന്നുണ്ട്. മേ ബി വേറൊരു സ്ഥലത്തൊരു ജോലി കിട്ടാനോ, വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് മാറാനോ, ഒരു പ്രൊമോഷൻ കിട്ടാനോ, കുറച്ചും കൂടി ബെറ്ററായിട്ടും അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. ഈ പേഴ്സണും നിങ്ങളും ഒരേപോലെ തന്നെ ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്നത് ആ പേഴ്സൻ്റെ സൈഡിൽ നിന്നും ഒരു എഫേർട്ടും വരുന്നില്ല. ആ പേഴ്സൺ കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മേ ബി നിങ്ങളും ആകാം. എന്നാലും കൂടുതൽ പേരുടെയും കേസാണ് നമ്മൾക്ക് ജനറൽ റീഡിങ്ങിൽ കിട്ടുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. ഇവിടെ കറൻ്റ്ലി ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്റ്റോ കുറച്ചൊരു ഡിസ്റ്റൻസ് വന്നിട്ടുള്ളതായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയും, എന്നാൽ ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവറിലൂടെയോ ടെലിപ്പതി വർക്കാവുന്ന ഒരു സിറ്റുവേഷനൊക്കെ കാണാൻ പറ്റുന്നു. അതായത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ പല കാരണത്താൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ മാത്രമല്ല, ഒരു വ്യക്തിയുമാകാം. ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളതോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസും നമ്മൾ തേർഡ് പാർട്ടി ആയിട്ട് പറയും. കരിയർ വൈസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തത്, ജോലി ഇല്ലാത്ത അവസ്ഥയോ
സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തന്നെ നമ്മൾ തേർഡ് പാർട്ടിയായിട്ട് പറയും. ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കും, അല്ലെങ്കിൽ ഇതെല്ലാം മെൻ്റലി ഒരാളെ തകർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ജോലിയില്ലാത്ത അവസ്ഥ, ക്യാഷ് ഇല്ലാത്ത സിറ്റുവേഷൻ, ഓക്കെ. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നേരിട്ട് കണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ, നാളത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവമോ, ഓക്കെ, ഇതെല്ലാം നമ്മൾക്ക് തേർഡ് പാർട്ടിയായിട്ട് പറയാൻ സാധിക്കും. സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി കുറഞ്ഞും തേർഡ് പാർട്ടിയുടെ എനർജി കൂടിയുമാണ് നിൽക്കുന്നത്. നിങ്ങൾ ഹീലായി വരുന്നുണ്ട്, പക്ഷേ നമ്മൾക്ക് കുറച്ച് സമയമെടുക്കും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റഷ് ചെയ്ത് ഇതിൽ നാളെ തന്നെ ഒരു തീരുമാനം വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്നില്ല. ചിലരുടെ കേസിൽ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആവാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. ട്വിൻ ഫ്ലെയിം കണക്ഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് ഒന്നിക്കാനായിട്ട് റീകൺസിലേഷൻ, റീയൂണിയൻ, ഒരുമിച്ചൊരു ലൈഫ്, ഒരു മാരേജൊക്കെ പോസിബിളായി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് നടന്ന് കിട്ടിയാൽ ഒരേപോലെ രണ്ടുപേരും എഫേർട്ട് ഇട്ട് അതിന് വേണ്ടിയിട്ട് മാനിഫേസ്റ്റ് ചെയ്ത് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു കണക്ഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവരുണ്ട്, എല്ലാവരുമല്ല, 1-2 ആൾക്കാർ മാത്രമാണ്, ഈ ലോകത്ത് തന്നെ വളരെ ചുരുക്കം പേർ മാത്രമാണ് ട്വിൻ ഫ്ലെയിം കണക്ഷനിലും ട്വിൻ ഫ്ലെയിം ജേർണിയിലും ഉള്ളത് കേട്ടോ. സോ ഇവിടെ അങ്ങനെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ കാണാൻ പറ്റുന്നുണ്ട്, ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കാണാൻ സാധിക്കുന്നുണ്ട്. ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ്, അഡിക്ഷൻ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫീൽ ചെയ്തിട്ടുണ്ട്. വീണ്ടും കാണണം, സംസാരിക്കണം, നിങ്ങളെ മിസ് ചെയ്യുന്നൊരവസ്ഥയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് ആൻഡ് ദ ചാരിയറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു വിവാഹത്തെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചറിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്ന സമയത്ത് നിങ്ങളെയാണ് ഈ പേഴ്സൺ എപ്പോഴും ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഇപ്പോഴും പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ പേഴ്സൺ ഇട്ടിട്ടുണ്ട് എന്നതാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ, മാരേജ്, എൻഗേജ്മെൻറ്റ്, ഒരു ഹാപ്പി ഫാമിലി ഈ പേഴ്സൺ സ്വപ്നം കാണുന്നതായിട്ടും കാണിക്കുന്നു. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ്, ഇപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ പരിചയപ്പെടും അല്ലേ, എന്നാൽ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ലൈഫ് ലോങ് നിൽക്കണമെന്നൊന്നും നമ്മൾ ആഗ്രഹിക്കത്തില്ല. ജസ്റ്റ് കണ്ടു, സംസാരിച്ചു, പോയി അല്ലേ. എന്നാൽ ചിലർ നമ്മുടെ ജീവിതത്തിൽ ലൈഫ് ലോങ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കോണ്ടാക്റ്റ് എങ്കിലും ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നമ്മൾക്ക് പലപ്പോഴും തോന്നാറുണ്ടല്ലേ. അത് ഈ പേഴ്സണ് നിങ്ങളായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ലൈഫ് ലോങ് അറ്റ്ലീസ്റ്റ് ഒരു കോണ്ടാക്റ്റ് എങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റണം. കംപ്ലീറ്റ് ആയിട്ടൊരു നോ കോണ്ടാക്റ്റ് പോകാൻ പാടില്ല. ഒരു കോൾ, മെസ്സേജിനപ്പുറം നിങ്ങൾ ഉണ്ടായിരിക്കണം എന്നീ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരിക്കലും നഷ്ടപ്പെടരുത്, ലൈഫ് ലോങ് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു സിറ്റുവേഷനും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ച് ഡബിൾ മൈൻഡാണ്. എല്ലാ കാര്യത്തിലും ഈ പേഴ്സണൊരു ഡബിൾ മൈൻഡ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാനും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരാനായിട്ടും ഒരു ഡബിൾ മൈൻഡ് മാറി കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ സൺ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പേർക്കൊക്കെ ഇവിടെ റീകൺസിലേഷൻ, റീയൂണിയൻ, ട്വിൻ ഫ്ലെയിം ജേർണിയൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഒരു റീയൂണിയനിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇവിടെ കൂടുതലാണ്. നിങ്ങൾ ഒരിക്കലും ഈ റിലേഷൻഷിപ്പിനെ പറ്റി ആലോചിച്ച് ഭയക്കാതിരിക്കുക, പേടിക്കാതിരിക്കുക. അതായത് ഒരുപാട് ടെൻഷൻ, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇനി മിണ്ടോ, സംസാരിക്കോ, എന്തായിത്തീരും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഞാൻ ഓൾറെഡി ഫസ്റ്റേ പറഞ്ഞു, ഇപ്പോൾ കരിയറിൽ ഫോക്കസ് ചെയ്തില്ല, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഡിലേ വരും അതൊന്ന് സ്റ്റേബിളായി കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നിങ്ങൾ ഒരുപാട് ടെൻഷനാകുന്നുണ്ട് ഈ പേഴ്സണെ പറ്റിയിട്ട് ആലോചിച്ച്. നിങ്ങളുടെ എനർജി ഡ്രെയിനായി പോകുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. പേടിക്കാതിരിക്കുക. നിങ്ങൾ ഒട്ടും പേടിയില്ല എന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ നഷ്ടപ്പെടുമോ, ഇനി തിരിച്ചു വരില്ലേ എന്നൊക്കെ ആലോചിച്ച് ഒരു പാനിക് അറ്റാക്ക് പോലെ തന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതാണ് യൂണിവേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇവിടെ ഹീലാകുന്നത്. പുറത്തൊക്കെ പോവുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്തെങ്കിലും ഹോബീസ് ഉണ്ടെങ്കിൽ അതിൽ കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക, കരിയർ വൈസ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. മാനിഫേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കരിയറിന് കൊടുക്കുക, അതിന് ശേഷം ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കുക. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾ ഗ്ലോ ആകുന്നൊരു നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഓരോ ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത്, പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ പേഴ്സണും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകും. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. 9 കപ്പും അവിടെയുണ്ട്. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും. ഒരു കപ്പ് അവിടെ മിസ്സിംഗ് ആണ്. ഞാൻ പറഞ്ഞു, ജനറൽ
ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റീകൺസിലേഷൻ നടക്കുന്നു എന്നെനിക്കിവിടെ പറയാൻ സാധിക്കില്ല. ചിലരുടെ കേസിൽ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയും നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ എല്ലാം മാറി ഒരു ഹീലിംഗ് നടന്ന് നിങ്ങളിലേക്ക് മാത്രം തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ബാക്ക് ടു ട്രാക്കിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും, നിങ്ങളിപ്പോൾ വിചാരിക്കും ഈ പേഴ്സണില്ലാതെ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമായി ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ കുറച്ച് പേർക്ക് ഇവിടെ റീകൺസിലേഷൻ നടക്കുന്നുണ്ട്, കുറച്ച് പേർക്ക് ഇവിടെ ഹീലിംഗ് ആണ് നടക്കുന്നത്. ഓക്കെ, സോ രണ്ടും എന്തുകൊണ്ടും യൂണിവേഴ്സിൻ്റെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതേപോലെ തന്നെ ഫ്രീ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഡേയ്സ് കൂടുമ്പോൾ 1 2 അതിൽ കൂടുതലോ ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നിന്നും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻ, ഏഞ്ചൽ നമ്പേഴ്സിനെ പറ്റി, യൂണിവേഴ്സിനടുത്തുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, വാട്ടെവർ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ നിന്നും ഞാൻ ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിൽ തന്നെ ഞാൻ അത് അനൗൺസ് ചെയ്യുന്നതുമായിരിക്കും. പേഴ്സണൽ റീഡിംഗ് ഫ്രീ ആയിട്ട് ചെയ്ത് തരുമെന്ന് ചോദിച്ച് ആരും എനിക്ക് മെസ്സേജ് ചെയ്യരുത്. കാര്യം പേയ്മെൻറ്റ് ചെയ്തവർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുത്. ഞാൻ വീഡിയോയിൽ തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. റേക്കി ഹീലിംഗ് സ്ലോട്ടിന് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിലും കോളിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ടേക്ക് കെയർ, ബൈ.